ബൈബിള് നമുക്ക് തരുന്ന ഒരു പ്രത്യാശ ദൈവത്തിലുള്ള വിശ്വാസമാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കും. ജീവിതത്തിലെ രോഗമോ മരണമോ വേർപാടോ ഇതൊന്നുമല്ല പ്രശ്നം. അതിനൊരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപൂർണതകളിൽ അസ്വസ്ഥരാകാതെ അപൂർണതകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഇടം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പുതിയൊരു വർഷം സമാഗതമായി. 2026 നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളുടെ പുതുവർഷമാണ്. ഓരോ പുതുവർഷ ദിനവും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരമാണ്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണാനുള്ള ഒരു അവസരമാണ്. പലപ്പോഴും നമ്മൾ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും, നല്ല കുടുംബജീവിതം നയിക്കും, എല്ലാവരെയും കൂടുതൽ സ്നേഹിക്കും, കൂടുതൽ ക്ഷമിക്കും, നല്ല പെരുമാറ്റമായിരിക്കും, ശാന്തമായ സ്വഭാവമായിരിക്കും. കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പഠിക്കും എന്ന് തീരുമാനമെടുക്കും, പുതിയ ടൈം ടേബിൾ എഴുതും, പരീക്ഷകൾക്കൊക്കെ ആയിട്ട് ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കും. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്രകാരം പ്രതീക്ഷിക്കാനുള്ള ഒരു കഴിവ്. എത്രമാത്രം ദുർഘടമായ സാഹചര്യങ്ങളുടെ നടുവിലും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു കഴിവ്, അത് വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ലോകം അത്ര പരിപൂർണമായ ഒരു ലോകമൊന്നുമല്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യാശയ്ക്കുള്ള കഴിവ് ലഭിക്കുന്നത് മറ്റാരിൽ നിന്നുമല്ല, കർത്താവ് ഈശോ മിശിഹായിൽ നിന്നാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ കുരിശെന്ന് പറയുന്ന ഏറ്റവും ശാപം നിറഞ്ഞ ഒരു അടയാളത്തെ കർത്താവ് പ്രത്യാശയുടെ ഒരു അടയാളമാക്കി മാറ്റി. ശപിക്കപ്പെട്ട കുരിശിനെ പ്രത്യാശ നിർഭരമായ ഉത്ഥാനത്തിൻ്റെ അടയാളമാക്കി മാറ്റി കർത്താവ്. ഇന്നെല്ലായിടത്തും കുരിശ് കണ്ടാൽ നമ്മളാരും ഭയപ്പെടുകയില്ല. പണ്ടങ്ങനല്ല, കുരിശ് കണ്ടാൽ മനുഷ്യൻ ഭയപ്പെടും. അത് വലിയ പാപികളെ, വലിയ കുറ്റവാളികളെ കൊല്ലുന്ന ഒരു ഉപകരണമാണത്. പക്ഷെ ഇന്ന് എല്ലായിടത്തും നമുക്ക് കുരിശുകൾ കാണാം. ആ കുരിശുകളെല്ലാം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. ഈശോ ഉദ്ധിതനായി. അവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കേണ്ട, അവൻ ഉദ്ധാനം ചെയ്തു. ആ ഒരു വലിയ സദ്വാർത്ത ഊതുകയാണ് ഓരോ കുരിശും. അപ്പോൾ ഏറ്റവും നിഷേധാത്മകമായ സാഹചര്യങ്ങളെ ഏറ്റവും പ്രത്യാശാ നിർഭരമായ അനുഭവങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത. സുവിശേഷത്തിൽ നമുക്ക് കാണാം, രോഗത്തിൻ്റെ അവസ്ഥകൾ, ഏറ്റവും നിരാശാ നിർഭരമായ അവസ്ഥകൾ, അവയെ കർത്താവ് പ്രത്യാശാ നിർഭരമാക്കി മാറ്റും. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏത് ജീർണതയെയും ജീവനാക്കാമെന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഏറ്റവും നിഷേധാത്മകമായ സാഹചര്യങ്ങളെ പ്രത്യാശയുടെ അനുഭവങ്ങളാക്കി മാറ്റാൻ സുവിശേഷം നമ്മളെ സഹായിക്കും. നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. കർത്താവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഏത് സാഹചര്യങ്ങളും, ഏത് നിഷേധാത്മകമായ ജീർണതയുടെ സാഹചര്യവും പ്രത്യാശ നിർഭരമായ ജീവൻ്റെ അവസരങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകം. അതുകൊണ്ടാണ് സുവിശേഷം ഒരിക്കലും നിഷേധാത്മകമല്ല. സുവിശേഷത്തിൽ പാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും മാത്രമല്ലല്ലോ പറയുന്നത്, മറിച്ച് പ്രത്യാശയെക്കുറിച്ചാണ്. വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല എന്നാണ് അതിൽ പറയുന്നത്. വിശ്വസിക്കുന്നവൻ ഉയർപ്പിക്കപ്പെടും, അവന് വലിയ ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് വരും. പരിശുദ്ധാത്മാവിനെ അവന് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ ശക്തിയോടുകൂടി അവൻ ജീവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവനിൽ നിറയും. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം പ്രത്യാശാ നിർഭരമാണ്. അത് നമ്മളെ ഏത് ദുർഘടമായ സാഹചര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കരുത്ത് നൽകുന്ന വിശ്വാസം, അതാണ് ഈ ഒരു പുതുവർഷത്തിലും നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത്. ഇനിയും യുദ്ധങ്ങൾ ഉണ്ടായേക്കാം, ഇനിയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം, സമുദായങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിൻ്റെ ഇടയിലും അർത്ഥപൂർണമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്ന
എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം നാസി തടങ്കൽ പാളയത്തിൽ ഒരു ജയിൽ പുള്ളിയായി ജയിൽവാസം അനുഭവിച്ച മനുഷ്യനാണ്. എന്ന് വേണമെങ്കിലും അദ്ദേഹവും കൊല്ലപ്പെടാം. പക്ഷേ യുദ്ധം അവസാനിച്ചതുകൊണ്ട് അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും ഭാര്യയും മക്കളും നാസികളുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാം അവരുടെ പീഡനങ്ങൾക്കിരയായി കൊല്ലപ്പെടുകയാണ്. എന്തോ ഒരു ദുഃഖകരമായ സാഹചര്യം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ട് പോയി കൊല്ലപ്പെടുന്ന അവസ്ഥ. എന്തോ ഒരു നിരാശാജനകമായ അവസ്ഥ. പക്ഷെ ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പ്രത്യാശയെക്കുറിച്ച് പുസ്തകങ്ങൾ രചിക്കുകയാണ്. ദ വിൽ ടു മീനിങ്. അർത്ഥപൂർണമായിട്ട് ജീവിച്ചാൽ, അർത്ഥം കണ്ടെത്തിയാൽ നിനക്ക് ജീവിക്കാമെന്ന് അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു. ജീവിതത്തിലെ രോഗമോ മരണമോ വേർപാടോ ഇതൊന്നുമല്ല പ്രശ്നം. അതിനൊരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് പ്രത്യാശയായിട്ട് മാറുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ പൂർവ്വപിതാവായ യൗസേപ്പിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരനായിരുന്ന ജോസഫ് ഇളയ മക്കളിൽ ഒരാളായിരുന്നു. ഒരു വലിയ അനുഗ്രഹം കർത്താവ് അവന് കൊടുത്തു, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. യാക്കോബ്, പിതാവായ യാക്കോബിന് ഈ മകനോടൊരു പ്രത്യേക സ്നേഹം. ഇത് സഹോദരങ്ങളിൽ അസൂയ ജനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെല്ലാം കൂടെ തീരുമാനിക്കുന്നത് അവനെ കൊന്നുകളയാനാണ്. എന്തോ ഒരു ദുഷ്ടരായ സഹോദരങ്ങളാണ്. അത്രയും ദുഷ്ടരായ സഹോദരങ്ങൾ ഇന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഇളയ മകനെ, ഇളയ സഹോദരനെ കൊന്നുകളയാൻ അസൂയയെ പ്രതി. ഏതായാലും ഒരാൾക്ക് മാത്രം അല്പം കരുണയുണ്ടായിരുന്നു, റൂബന്. റൂബൻ പറഞ്ഞു, കൊല്ലണ്ട, അവനെ നമുക്ക് ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, പൊട്ടക്കിണറ്റിൽ അവിടെ തള്ളിയിടാം. സഹോദരങ്ങൾ പോയി കഴിയുമ്പോൾ റൂബൻ്റെ പ്രതീക്ഷ തനിക്ക് ചെന്ന് ഈ മകനെ, ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സഹോദരങ്ങൾ ക്രൂരന്മാരായിരുന്നു. അവർക്ക് തോന്നി ഇവനെ ഇങ്ങനെ ഇട്ടാൽ ഇവൻ ചിലപ്പോൾ രക്ഷപ്പെടും. അതുകൊണ്ട് അതുവഴി പോയ ഈജിപ്തുകാർക്ക് അവനെ വിറ്റു, അടിമയാക്കി വിറ്റു. അപ്പൻ്റെ പുന്നാര മകനായി പ്രത്യേക സ്നേഹത്തോടു കൂടി ജീവിച്ച ജോസഫ് അടിമയായിട്ട് വിൽക്കപ്പെടുകയാണ്. അവന് വേണേൽ നിരാശപ്പെടാമായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്യമുണ്ട്, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായി. കർത്താവിൻ്റെ കരം പക്ഷേ അവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അടിമയായി വിൽക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷിക്കുന്നില്ല. അടിമയായി ജീവിക്കുന്ന സാഹചര്യത്തിലും കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പറയും അത് പോരാ, കർത്താവ് അവനെ രക്ഷിക്കണമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വഴികൾ വ്യത്യസ്തമാണ്. അവിടെ അവന് അടിമയായിട്ട് തുടങ്ങി. പക്ഷേ യജമാനനായ പൊത്തിഫർ അവനെ കാര്യസ്ഥനാക്കി ഉയർത്തി. കാരണം അത്രമാത്രം വിശ്വസ്തനായ, മിടുക്കനായ, സമർത്ഥനായ ജോസഫ്. അപ്പോഴാണ് പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് അത്ര അഭിലഷണീയമായ വികാരങ്ങളൊന്നുമല്ല തോന്നിയത്. അവൾക്ക് അവനുമായിട്ട് പാപം ചെയ്യാനുള്ള ആഗ്രഹം തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ജോസഫ് പാപത്തിൽ വീഴാതെ അവൻ സ്വയം നിയന്ത്രിച്ച് നിൽക്കുകയാണ്. അവൻ പറഞ്ഞു, എൻ്റെ യജമാനൻ എനിക്ക് എന്തേരം സൗഭാഗ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്, ആ യജമാനനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും? അവന് ലഭിച്ച നന്മകൾ ഓർത്ത് അവൻ പാപത്തിൽ വീഴാനായിട്ട് വിസമ്മതിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ജോസഫ് പക്ഷേ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനോട് പകയായി. അവൾ അവനെ ഒരു കള്ളക്കേസിൽ കുടുക്കി. പൊത്തിഫറിനെ കൊണ്ട് അവന് കാരാഗൃഹവാസം വിധിപ്പിക്കുകയാണ്. വീണ്ടും അവൻ കാരാഗൃഹത്തിലായി. അവിടെയുണ്ട് 2 തടവുകാർ. അവർക്കും സ്വപ്നങ്ങളുണ്ടാവുന്നു. ജോസഫ് അവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതിലൊരാൾ കൊട്ടാരത്തിൽ ഫറവോയുടെ പാനപാത്രവാഹകനാകുമെന്നായിരുന്നു ജോസഫിൻ്റെ പ്രവചനം. അയാൾക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. അയാൾ പാനപാത്രവാഹകനായി കൊട്ടാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടു. പോകാൻ നേരം ജോസഫ് പറഞ്ഞു, എൻ്റെ കാര്യം മറക്കരുത്, ഫറവോയോട് എൻ്റെ കാര്യം ഒന്ന് പറയണം. ഓയ് ഞാൻ പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞ് അയാൾ പോയി. 2 വർഷത്തേക്ക് അയാൾ മറന്നുപോയി, ജോസഫിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോഴും കർത്താവിൻ്റെ കരം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് കർത്താവ് വെറുതെ ഇരിക്കുന്നില്ലല്ലോ. കർത്താവ് ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ കൊടുക്കുകയാണ്. ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ കൊടുത്തു. ഫറവോ ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഇത് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല.
ഈജിപ്തിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി, അവർക്കൊന്നും പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ പാനപാത്രവാഹകൻ ജോസഫിൻ്റെ കാര്യം ഓർത്തു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, കാരാഗൃഹത്തിൽ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന സമർത്ഥനായ ജോസഫ്, അവൻ സ്വപ്നങ്ങൾ അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ ചെന്നു, അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. ഇനി വരുന്ന 7 വർഷം ഈജിപ്തിന് സമൃദ്ധിയുടെ കാലം, അത് കഴിഞ്ഞ് വരുന്ന 7 വർഷം ക്ഷാമത്തിൻ്റെ കാലം. വ്യാഖ്യാനമെല്ലാം കേട്ടപ്പോൾ ഫറവോയ്ക്ക് തോന്നി, ഇവൻ്റെ ദൈവം ശക്തനാണ്, ഇവൻ കർത്താവിൻ്റെ അനുഗ്രഹമുള്ളവനാണ്. ഫറവോ അവനെ തന്നെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാക്കി മാറ്റി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, യാക്കോബിൻ്റെ മക്കൾ, ജോസഫിൻ്റെ സഹോദരങ്ങൾ അവിടെ വരുന്നുണ്ട്. അവരെ കണ്ട് പൊട്ടിക്കരയുന്ന ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കരഞ്ഞ് സങ്കടമെല്ലാം തീർത്തിട്ട് അവസാനം പറയുന്നു, നിങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളിയ ഈജിപ്തുകാർക്ക് വിറ്റ ജോസഫാണ് ഞാൻ, എൻ്റെ പിതാവ് സൗഖ്യമായിരിക്കുന്നു. അവർക്ക് വലിയ വിസ്മയമായിരുന്നു. ഈ ജോസഫിൻ്റെ ജീവിതകഥ വലിയ ഒരു പ്രതീക്ഷയുടെ ജീവിതകഥയാണ്. അവനെ കൊല്ലാൻ തീരുമാനിക്കുന്നു, അവനെ പൊട്ടക്കിണറ്റിൽ തള്ളുന്നു, അവനെ അടിമയായി വിൽക്കുന്നു, അവൻ കാരാഗൃഹത്തിലാവുന്നു. ഇതൊന്നും നല്ല കാര്യങ്ങളല്ല. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു തെറ്റും ചെയ്തില്ല. എന്നിട്ടും ഈ ദുഃഖങ്ങളിലൂടെ, വലിയ ദുഃഖങ്ങളിലൂടെ, അപമാനത്തിലൂടെ എല്ലാം ജോസഫ് കടന്നുപോയി. പക്ഷേ ജോസഫ് വിശ്വസിച്ചു, ദൈവം നീതിമാനാണെന്നും ദൈവം അവന് രക്ഷ നേടിക്കൊടുക്കുമെന്നും വിശ്വസിച്ചു. ആ വിശ്വാസം ജോസഫിനെ രക്ഷിക്കുകയാണ്. അവസാനം നമ്മൾ കാണുന്നത് എന്താണ്? അവൻ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറും. പ്രിയപ്പെട്ടവരെ, ബൈബിള് നമുക്ക് തരുന്ന ഒരു പ്രത്യാശ ദൈവത്തിലുള്ള വിശ്വാസമാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കും. എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആവലാതികളുണ്ട്, സാമ്പത്തിക പരാധീനതകളുണ്ട്, കടക്കണിയുണ്ട്, ദാമ്പത്യം ഒന്നും ശരിയായിട്ടില്ല, ജീവിത പങ്കാളിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല, സ്നേഹമില്ല, മക്കൾ പറഞ്ഞാൽ കേൾക്കുകയില്ല, നമ്മളെ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങളെടുത്ത് മക്കൾ കുടുംബത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കരുതുന്ന ഒരു ദൈവത്തിലുള്ള വിശ്വാസം മുന്നോട്ട് പോകാനായിട്ട് നിന്നെ സഹായിക്കുകയാണ്. നിരാശയിലേക്കല്ല, മറിച്ച് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. മരുഭൂമികളിൽ മരുപ്പച്ചകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ദൈവം, ജീർണതകളിൽ നിന്ന് ജീവൻ ഉളവാക്കാൻ സാധിക്കുന്ന ദൈവം, ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശിഷ്യന്മാരുടെ ജീവിതം, 12 ശിഷ്യന്മാരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന യോഹന്നാൻ ഓടിപ്പോയി. പിന്നെയും പത്രോസാണ് അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നത്. തോമായ ഉൾപ്പെടെ എല്ലാവരും ഓടിപ്പോയി. വലിയ നിരാശ. കുരിശുമരണത്തിന് ശേഷം അവർ തിരികെ പോവുകയാണല്ലോ. എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ സംസാരത്തിൽ നിരാശയല്ലേ നിഴലിക്കുന്നത്? വലിയ നിരാശയാണ്. പക്ഷേ കർത്താവ് അവരെ എല്ലാം തിരിച്ചു വിളിച്ചു. അവരെ ആരും തള്ളിക്കളഞ്ഞില്ല. അവരെ എല്ലാം തിരിച്ചു വിളിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, അവരുടെ ഹൃദയത്തെ പ്രത്യാശ കൊണ്ട് നിറച്ച് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയച്ചു. ആ 12 പേരിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്ന് 2.4 ബില്യൺ ആൾക്കാരായിട്ട് ക്രൈസ്തവ സമൂഹം വളർന്നത്. ആ 12 പേരിൽ നിന്ന് ആരംഭിച്ചതാണ് പ്രത്യാശ. സുവിശേഷം നൽകുന്ന പ്രത്യാശ വ്യത്യസ്തമാണ്. സുവിശേഷം നൽകുന്ന പ്രത്യാശ ഇടയച്ചെറുക്കനായ ദാവീദിൽ ഇസ്രായേലിൻ്റെ രാജാവിനെ കാണാനുള്ള പ്രത്യാശയാണ്. പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത 12 അപ്പസ്തോലന്മാരിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവരാജ്യം വളർത്താമെന്ന പ്രത്യാശയാണ് സുവിശേഷം നൽകുന്ന പ്രത്യാശ. കുരിശിൽ നിന്ന് ഉദ്ധാനമുണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് സുവിശേഷം നൽകുന്ന പ്രത്യാശ. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്കെല്ലാവർക്കും ഏറെ പ്രത്യാശ നിരന്തരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ പ്രത്യാശ എന്തിലാണ്? ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ, കല്യാണമൊക്കെ കഴിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി ജീവിത പങ്കാളിയിൽ സർവ്വപ്രത്യാശയെ അർപ്പിക്കുന്ന മനുഷ്യരുണ്ട്. അവിടെ ഒരു ചെറിയ കുറവ്, മനുഷ്യരെല്ലാം ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. നമ്മുടെ സ്വപ്നങ്ങളിലൊന്നും കുറവുകളുള്ള മനുഷ്യരില്ല. എല്ലാം തികഞ്ഞ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരാളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരാളായിട്ട് ഞാൻ അയാളെ സ്വന്തമാക്കുകയാണ്.
പക്ഷെ ദൗർഭാഗ്യവശാൽ അവരെല്ലാം സാധാരണ മനുഷ്യരാണ്. അവർക്ക് സാധാരണ വികാരങ്ങളുള്ളവരാണ്. അവരെല്ലാം അപൂർണരാണ്. അപൂർണതകളിൽ സന്തോഷം കണ്ടെത്താൻ, അപൂർണതകളിൽ അസ്വസ്ഥരാകാതെ, അപൂർണതകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഇടം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. ഇപ്പം ചിലർ മനുഷ്യരിൽ അങ്ങ് പ്രത്യാശ അർപ്പിക്കുകയാണ്. പക്ഷെ അപൂർണരായ മനുഷ്യരിലാണ് പ്രത്യാശ അർപ്പിക്കുന്നത്, പൂർണ്ണരിലല്ല. ചിലർ സമ്പത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. പക്ഷെ സമ്പത്ത് എപ്പോൾ വേണേലും വരികയും പോവുകയും ചെയ്യും. ചിലർ തങ്ങളുടെ കുടുംബ മഹിമയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുണ്ട്. ചിലർ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകളിൽ പ്രത്യാശ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലർക്ക് പ്രത്യാശ മുഴുവൻ അവരുടെ തൊഴിലാണ്. ചിലർ വിദേശത്ത് പോകുന്നത് പ്രത്യാശ അർപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രത്യാശ എന്താണ്? യഥാർത്ഥ പ്രത്യാശ ഈശോ വരും എന്നുള്ളതാണ്. കർത്താവേ വരണമേ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ജനമാണ് യഥാർത്ഥ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ മനുഷ്യർ എന്ന് പറയാനായിട്ട് സാധിക്കും. പ്രത്യാശയുടെ ജൂബിലി വർഷമാണ് കഴിഞ്ഞുപോയത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകിയ ധ്യാന വിഷയം. ഒരുപക്ഷേ അന്നത്തെ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം ഒരു ധ്യാന വിഷയം നമുക്കായിട്ട് നൽകിയത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ പ്രത്യാശ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു ശുഭാപ്തി വിശ്വാസമാണോ? എല്ലാം ശരിയാകും കേട്ടോ എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഉടനെ ആദ്യം നമ്മൾ മറുപടി പറയുന്നത് എന്താ? എല്ലാം ശരിയാവും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ തോറ്റുവരുന്ന കുഞ്ഞിനോട് മാതാപിതാക്കൾ പറയേണ്ടത് ഇതാണ്: അത് ശരിയാവും മക്കളെ, അടുത്ത പ്രാവശ്യം ജയിക്കാമല്ലോ. നമ്മൾ പ്രത്യാശ കൊടുക്കുന്ന സംഭാഷണങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ കൂടുതൽ കൂടുതൽ പ്രത്യാശയിലേക്ക് വളരണം. മനുഷ്യർ നൽകുന്ന പ്രത്യാശയാണോ ക്രൈസ്തവൻ്റെ പ്രത്യാശ? ഒരിക്കലുമല്ല. ദൈവം നൽകുന്ന പ്രത്യാശയാണ് ക്രൈസ്തവൻ്റെ പ്രത്യാശ. അതുകൊണ്ട് പ്രത്യാശ നിറഞ്ഞവരായിട്ട് ജീവിക്കുക. മനുഷ്യരിലുള്ള പ്രത്യാശകളെല്ലാം നമ്മളെ നിരാശപ്പെടുത്തുമ്പോഴും കർത്താവ് ശക്തനാണ്, അവിടുന്ന് കരുത്തുള്ളവനാണ്, അവിടുന്ന് നമ്മളെ കരുതുന്നു. ആ കരുതലിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് എന്താണ്? നമ്മുടെ സംഭാഷണങ്ങളും അറിയാതെ പ്രത്യാശ നിർഭരമായിട്ട് മാറും. ദൗർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിരാശപ്പെടുത്തുന്ന സംഭാഷണങ്ങളാണ് കൂടുതൽ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കൊതി തോന്നുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കൊതിയോടെയാണോ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കണം, അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒത്തിരി നിഷേധാത്മകമായ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. കുറ്റം പറച്ചിൽ, പരാതി പറച്ചിൽ, പഴയ കാര്യം പറച്ചിൽ, പുതിയ കാര്യം പറച്ചിൽ, അതുപോലെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തൽ, പരസ്പരം കുറ്റാരോപണം, കുറ്റം ചാരൽ, പഴിചാരൽ, കുറവുകൾ മാത്രം നോക്കി വെച്ചുകൊണ്ടുള്ള വിചാരണകൾ, ഇതെല്ലാമായിട്ട് നിരാശ ജനിപ്പിക്കുന്ന സംഭാഷണ രീതികൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. പക്ഷേ നമുക്ക് ആ നിരാശപ്പെടുത്തുന്ന സംഭാഷണങ്ങളെ മാറ്റിക്കൊണ്ട് ചെറുതായിട്ട് പ്രത്യാശയുടെ സംഭാഷണ രീതികൾ നമ്മുടെ സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുവരണം. എല്ലാം ശരിയാകുമെന്ന് അങ്ങ് പറയുന്നത് മാത്രമല്ല, ദൈവം നമ്മളെ കൈവിടില്ല മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ദൈവം നമ്മളെ കൈവിടില്ലല്ലോ. എന്തെല്ലാം സംഭവിച്ചാൽ എന്താ? ദൈവം കാണുന്നുണ്ടല്ലോ. നമ്മുടെ പഴയ കാർന്നോന്മാരുടെയൊക്കെ ദീർഘനിശ്വാസങ്ങളിൽ ഇങ്ങനെ ചില ചൊല്ലലുകളുണ്ടായിരുന്നു: ദൈവം എല്ലാം കാണുന്നു, ദൈവം വഴി നടത്തും, ദൈവം ഒരു മാർഗം തരും. അത് അവരുടെ വലിയ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. ആ പ്രത്യാശയിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ സംഭാഷണങ്ങളിൽ ഏറെ പ്രത്യാശ ഉണ്ടാവണം. പലരും നെഗറ്റീവുകൾ മാത്രമാണ് രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. അത് കേൾക്കുന്നവരുടെ ജീവിതമാണെങ്കിലും അരിശത്താൽ നിറയുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെ സംഭാഷണ രീതികളിൽ പ്രത്യാശയുടെ സംഭാഷണങ്ങൾ കൊണ്ടുവരണം. മനുഷ്യരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സംഭാഷണ രീതികൾ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രത്യാശ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്.
ഈ പുതുവർഷം നിങ്ങൾക്ക് പ്രത്യാശയിൽ ആഴപ്പെടാനായിട്ടുള്ള ഒരു നല്ല അവസരമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി കൊടുക്കാൻ, കുടുംബത്തിലൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല പോസിറ്റീവ് എനർജി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.